ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും ഒരു പ്രതിസന്ധി വരുമ്പോ സാറേന്ന് പോലും വിളിക്കാതെ പേര് നീട്ടി വിളിക്കാൻ പറ്റുമായിരുന്ന ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഈ നാടിന്റെ ഭരണാധികാരിയായിരുന്നു, ഈ നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ നീട്ടി വിളിച്ച വീട്ടിൽ പോയി പറയണമെന്നൊന്നും അദ്ദേഹം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് നീട്ടി വിളിക്കാവുന്ന ആ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ചികിത്സക്ക് പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ അത് നോക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ആരാണ് മുഴുവൻ വനിതകൾക്കും സൗജന്യമായ KSRTC യാത്ര കൊടുക്കാൻ പോകുന്നത്? ആരാണ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ പോകുന്നത്? ആരാണ് ഈ നാട്ടിലെ പെൻഷൻ 3000-ആയി വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ആരാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷത്തിന്റെ വായ്പ കൊടുക്കാൻ പോകുന്നത്? ആരാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നത്? ആരാ വയറ്റിൽ കത്രിക വെച്ച് മറന്നത്? ആരാ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത്? ആരാ സ്വർണം ചെമ്പാക്കി മാറ്റിയത്? ആരാ ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുന്നത്? ആരാ ഗുണ്ടാരാജിന് നേതൃത്വം നൽകുന്നത്? ആരാ അഴിമതി നടത്തി നാടിനെ വെറുപ്പിക്കുന്നത്? ആരാ സംശയം ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കുന്നു പറയുന്നത്? അത്തരം അഹങ്കാരത്തെ ഇനി കോതമെങ്കിലും വെച്ചു പൊറിപ്പിക്കരുത്. ഇത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചിട്ട് മെയ് 4-ന് ശേഷം സത്യപ്രതിജ്ഞ നടക്കുമ്പോ സ്പീക്കറുടെ ചെയറിൽ നിന്ന് വിളിക്കണം. എന്താ വിളിക്കണ്ടേ? സ്പീക്കറുടെ ചെയറിൽ നിന്ന് സത്യപ്രതിജ്ഞക്ക് വിളിക്കുമ്പോ പറയണം, അതൊക്കെ ഷിബു തെക്കുംപുറം എന്നുള്ളത് ഷിബു തെക്കുംപുറം എന്നുള്ളത് പറയിപ്പിക്കോ? വാക്കാണ്, ഉറപ്പാണ്. നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ വാഹന ഗതാഗതം ഉണ്ടാക്കിയതിന് ക്ഷമ ചോദിക്കുന്നു. MP ഒന്നും ആയിട്ടില്ല. പക്ഷെ ഒരു വാക്ക് എനിക്ക് ഈ അമ്മയോട് പറയാൻ പറ്റും. അമ്മ, നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ മകൻ ചെലവഴിച്ച ആ സമയത്തിനുള്ള ഇഷ്ടമാണ് ആയിരക്കണക്കിനായ ഈ ജനങ്ങൾ ഇന്ന് നിങ്ങളുടെ മകനെ ചേർത്ത് പിടിക്കുന്നു. ഇതൊരു പദവിക്ക് അപ്പുറമുള്ളതാണെന്ന് ഞാൻ പറയുന്ന ഒരു സഹോദരിയുടെ കാര്യം കൂടെ പറയാനുണ്ട്. അത് ഞാൻ എലത്തൂർക്കാരോട് ചോദിക്കാം. ഞാൻ അവിടെ ചെന്ന് ചോദിക്കാൻ വിചാരിക്കാൻ അടുത്ത ദിവസം പോകുന്നത് ചോദിക്കാൻ. ഇനിയെങ്കിലും നിങ്ങൾ അവിടേക്കൊന്ന് മാറ്റി പിടിക്കണേന്ന് എലത്തൂർക്കാരോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി വിദ്യാ ബാലകൃഷ്ണൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടതടവുകളില്ലാതെ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും വേണ്ടി പൊരുതിയത്. ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോടും പറയുന്നു, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ സകല യോഗ്യതകൾക്കും അപ്പുറത്തേക്ക് മന്ത്രി ബന്ധുക്കളെ തിരികെ കയറ്റാൻ ഗവൺമെന്റ് ബോധപൂർവം ശ്രമിച്ചപ്പോ അതിനെ തടഞ്ഞു മെറിറ്റുള്ളവൻ അത് കൊടുക്കണമെന്ന് ആർജവത്തോടെ പറഞ്ഞ നേതാവാണ് കൊടുവള്ളിയുടെ സാരഥി. MLA ആയി വരേണ്ടത് അത് ഇവിടുത്തെ യുവജനങ്ങൾ കൂടെ നിർബന്ധമായും ഏറ്റെടുക്കും, ഓർക്കുമെന്നും പ്രതീക്ഷയോടെ എല്ലാ വിജയാശംസകളും നേരുന്നു. MLA ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ജനങ്ങൾ നയിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഒരക്രമം കൊണ്ടും അതിനെ മറികടക്കാൻ കഴിയില്ല. തരൂരിനെ പോലെ ഒരാളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എ കംപ്ലീറ്റ് സ്റ്റേറ്റ്സ്മാൻ. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒക്കെ നയങ്ങളും പരിപാടികളോ അല്ലാതെ വേറൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിനും പോകുന്ന ഒരാളല്ലത്. അപ്പൊ അത് അവരുടെ അസ്വസ്ഥതയാണ്, അത് പരാജയത്തിന്റെ തികഞ്ഞ സൂചനയാണ്. മുന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ഞാൻ തങ്ങൾ പറഞ്ഞ വാചകം ഇന്ന് ഞാനൊരു മീഡിയയിൽ കോട്ട് ചെയ്ത് പറഞ്ഞു. 100 മീറ്റർ ഓടുമ്പോൾ ഞാൻ ജയിച്ചു എന്ന് പറയാം, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ ജനങ്ങൾ ജയിപ്പിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വാചകം. ആ ജയത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നത് നിങ്ങൾ ഒരുക്കം നിന്നിട്ടാണ്. ഇത് കേരളത്തിലെ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇവിടെ ജയിക്കേണ്ടത് ജനങ്ങളാണ്. ഈ ഭരണം ചില കോട്ട കെട്ടിയതൊക്കെ പോലെ ആർക്കെങ്കിലും കാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ പൊളിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് നിങ്ങൾ എഴുതി വെച്ചു. എടുത്ത് അതിന്റെ PG എടുത്ത് പിന്നെ LLM എടുത്ത് പഠിച്ച് മിടുക്കിയായി വളർന്ന ഒരു പെൺകുട്ടി, ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറുടെ മകൾക്ക് പേരാമ്പ്രയുടെ മണ്ണിലെ ജനപ്രതിനിധിയാവാനുള്ള അവസരം ഈ ജനത കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിവിടുത്തെ ഓരോ സാധാരണ വീട്ടിലെ പെൺകുട്ടികൾക്കും നിങ്ങൾ കൊടുക്കുന്ന സംരക്ഷണമായി മാറുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. തനിക്ക് ലഭ്യമായ അവസരങ്ങളിൽ നാടിനെയും രാജ്യത്തെയും പ്രതിനിധീകരിച്ച ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ളവരുടെ ഇനീഷ്യേറ്റീവുകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്
സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ ഇനീഷ്യേറ്റീവിൽ ഈ രാജ്യത്തിന് വേണ്ടി തുല്യനീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളിൽ ശ്രദ്ധേയമായ ഇടം നേടിയിട്ടുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടിയെ പേരാമ്പ്രയുടെ മുമ്പിൽ നിർത്തുമ്പോൾ വർത്തമാനകാല കേരള രാഷ്ട്രീയം അനിവാര്യമായ ഒരു എല്ലാവരും കൂടെ ചേർന്നിരിക്കുക. സത്യം പറഞ്ഞ ഒരു സൂചി വിടാൻ ഇടമില്ലാത്ത വിധത്തിൽ നിങ്ങളിങ്ങനെ തിക്കി തിരക്കി ഒരു നല്ല കാര്യത്തിന് കൂടെ ചേർന്നിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ട്. ഞാനിങ്ങനെ കയറി വന്നപ്പോ അവിടെയുള്ള ഒരു കുഞ്ഞു ഹീറോ എന്നോട് പറയാ, ഇതിലൂടെ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തി കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പൊ അവരും കണ്ട് പഠിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രവർത്തിക്കാൻ ഇതാണ്